പീറ്റർ വിളിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന വിവരമെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പറ്റിയില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞ 2 തവണയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഇവിടെയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അത് തീരുമാനിക്കല്ലേ നിന്നെ വിളിച്ചു വരുത്തി. സംഭവിച്ചിടത്തോളം കാര്യങ്ങൾ വെച്ച് വളരെ ഗൗരവത്തോടെ വേണം ഇനി എന്തെങ്കിലും ആലോചിക്കാനും തീരുമാനമെടുക്കാനും. പെൺകുട്ടിയോടെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് അവളോടും സംസാരിക്കണം. ചിത്ര, മിസ്റ്റർ മോഹൻ ജോർജ്, സതീഷ് ഏട്ടന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹലോ. ചിത്രയെ സഹായിക്കുകയാണ് എന്റെ ലക്ഷ്യം. ചിത്രയെ മാത്രമല്ല, സതീഷിനെ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ ചിത്രയിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിത്ര ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന വിവരം അവിടെ ആർക്കൊക്കെ അറിയാമായിരുന്നു? ഞാൻ ഇങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാവുന്ന ഏക ആൾ നായർ സാറാണ്. ബട്ട് നായർ സാറിന്റെ അടുത്തൊന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? നോ. ആ നിലയ്ക്ക് ഇത് വേറെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ടാവണം. ആമൻ അനതയുടെ മർഡറിന് പിന്നിലുള്ളത്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതുവരെ കുട്ടി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും സതീഷ് എനിക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് പറയാം, എന്റെ ഭാഗത്തുനിന്നും എന്ത് സഹായം കുട്ടിക്കുണ്ടാവും. ഓക്കെ, ചെയ്യും. വളം. സതീഷ്, ചിത്രയുമായി ഞാൻ സംസാരിച്ചു. വല്ലാത്തൊരവസ്ഥയാ കുട്ടിയുടേത്. ഈ അവസരത്തിൽ നമ്മൾ മാത്രമേ അവളെ സഹായിക്കാനുള്ളൂ എന്നൊരു തോന്നലും അവൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തരുത്. തൽക്കാലത്തേക്ക് ചിത്രയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ? നോ, അത് അപകടമാണ്. തന്നെയല്ല, പുറലോകം അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമോ? ഈ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു വഴി കണ്ടെത്തുന്നവരെ ചിത്ര ഇവിടെ തന്നെ നിൽക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആദ്യം നീ റെസ്റ്റ് എടുക്കുക വേണ്ടത്. പീറ്ററെ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം. കേട്ടല്ലോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ. പീറ്ററെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാനല്ലേ പീറ്റർ ഉണ്ടാവും. ഹലോ. മിസ്റ്റർ സതീഷ്, യെസ്. ഐ മീര പിള്ളൈ, RBC ഏഷ്യയിൽ നിന്നാണ്. RBC ഏഷ്യ ഇവിടെ? ഞങ്ങൾക്ക് ചിത്ര നാരായണനെ ഒന്ന് കാണണം. ചിത്ര നാരായണൻ? ഇവിടെ അങ്ങനെ ആരുമില്ല. മാത്രമല്ല, ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഇല്ല. സോറി. സാർ ഞങ്ങളെ നിരാശരാക്കരുത്. ചിത്ര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് സാറ് ചിന്തിക്കും. വേൾഡ് മുഴുവൻ ഞങ്ങളുടെ നെറ്റ്വർക്ക് അതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചിത്രയ്ക്ക് പറയാനുള്ളത് അതെന്തായാലും ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോ. പ്ലീസ് സാർ, അവരുമായി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സാർ അനുവദിക്കണം. റൈറ്റ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂവിന് അനുവദിക്കൂ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പണിക്കരെ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പ്ലീസ്. വെരി കൈൻഡ് ഓഫ് യു സർ. ആക്ച്വലി ഈ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇല്ല, പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞേക്കും. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിന്റെ കാര്യമാണോ പറയുന്നത്? അതെ. എന്തെങ്കിലും എനിക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരണിനെ ആരോ മനഃപൂർവ്വം ഈ മേർഡറിൽ കൊടുക്കുകയായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അതിനുള്ള തെളിവുകൾ? തെളിവുകളാണ് എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ്. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹോപ്പുണ്ട്. നിങ്ങൾക്ക് നേരെ 2 തവണ ആക്രമണം ഉണ്ടായല്ലോ. ഇനിയും ഏത് നിമിഷവും അത് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയും അവർ വരുമെന്ന്? അതെ. Yes, you are right. Don't move. Where are those papers? Tell me. Oh no. Oh, leave me. I will leave me. Leave me.
അതുകൊണ്ട് സാർ ഇത് എന്റെ ഒരു പേഴ്സണൽ മാറ്റർ പോലെ കാണണം. മിസ്റ്റർ മോഹൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഞാൻ ആരുടെ പേരിലാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്? സി, അങ്ങനെ ഒരാൾ ഇന്ന് വരെ പിക്ചറിലില്ല. തന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ കുട്ടി പറയുന്നതല്ലാതെ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല. ഉണ്ടോ? അനിത കുൽക്കർണി മർഡറിന് പിന്നിലുള്ളവർ തന്നെയാണ് എന്നെയും കൊല്ലാൻ ശ്രമിച്ചത്. ഐ എം ഷുവർ ഓഫ് ദാറ്റ്. അവരിൽ ചിലരെ പറ്റിയുള്ള എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഉണ്ടായിരിക്കാം. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് കോടതിയിലെ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഡു വൺ തിങ്, നിങ്ങൾ ഫോർമലായിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ പൊസിഷൻ. ഈ കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന മൂന്നാമത്തെ മർഡർ അറ്റംപ്റ്റ് ആണിത്, അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്. ഒരു സിറ്റിസന് കിട്ടുന്ന മിനിമം പ്രൊട്ടക്ഷനെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ചവറ്റുകൊട്ടയിൽ ഇടാൻ വേണ്ടി ഒരു ഫോർമൽ കംപ്ലൈന്റ് എഴുതി തരാനല്ല. മിസ്റ്റർ സതീഷ്, are you teaching me the law and order? No sir, it's our right and we don't have to beg for it. Mister? Yes, Mr. Commissioner. If you are reluctant to enforce the law of the land, I'm sorry, I'll be forced to take the law in my hands. പിന്നെ നിങ്ങളുടെ മുഖത്ത് മറന്നിരിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, എനിക്കതില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. And please don't try to suppress the truth. തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ടേപ്പ് എവിടെ? കാസറ്റ്? യെസ്, കിരൺ അനിതയെ മർഡർ ചെയ്തു എന്ന് പറയുന്ന ആ വീഡിയോ ടേപ്പ് എനിക്കതൊന്ന് കാണണം.
There is something fishy here. എതിരെയുള്ള ഗ്ലാസ്സിൽ കാണുന്ന റിഫ്ലക്ഷന് വ്യത്യാസമുണ്ടല്ലോ. അതൊരു കിരണിന്റെ തന്നെയാണെന്ന് എനിക്കൊരു സംശയം. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. കിരണിന്റെ ഔട്ട് ഫിഗർ മെഷർമെന്റും റിഫ്ലക്ഷന്റെ ഔട്ട്ലൈൻ മെഷർമെന്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഐ മീൻ, കൊല ചെയ്തത് മറ്റാരോ ആണെന്നുള്ള നിന്റെ സംശയം ശരിയാണ്. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. അഡോഫോം? യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലാത്ത സാറ്റലൈറ്റ് പിക്ചറിൽ നിന്നും വ്യക്തമായ സർഫസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാസ ഇത് ഉപയോഗിച്ചത്. സീ ദാറ്റ്. It's he, the real murderer. Do you know him? എനിക്കറിയാം ഇയാളെ. Then tell me. He's Paul B. Isaac. Paul B. Isaac? Yes, ഡൽഹിയിലെ ഒരു പവർഫുൾ മലയാളി പൊളിറ്റീഷ്യൻ. മുമ്പ് ഡെപ്യൂട്ടി കേന്ദ്രമന്ത്രി വരെ ആയിരുന്നു. ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ട്. 2 വർഷം മുമ്പ് വരെ ഡൽഹി പത്രങ്ങളുടെ ടാബ്ലോയിഡുകളിൽ ഹോട്ട് ന്യൂസ് ആയിരുന്നു ഐസക്. അന്ന് ഐസക്കുമായി ചിത്ര സംസാരിച്ചിരുന്നു. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പൊ മറ്റൊരു തെളിവ് കൂടി, കൊല നടത്തിയിരിക്കുന്നത് പോൾ ബി ഐസക് തന്നെ. പക്ഷേ കിരൺ എങ്ങനെ കാസ്റ്റിൽ വന്നു? അവിടെയാണ് കമ്പ്യൂട്ടറിന്റെ മാജിക് നടന്നിട്ടുള്ളത്. മോർഫിംഗ്. ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ഇത് അഡോഫോം ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തെടുത്ത പോൾ ബി ഐസക്കിന്റെ ഇമേജ്. ഇത് വീഡിയോ ടേപ്പിൽ നിന്നും ക്യാപ്ചർ ചെയ്തെടുത്ത കിരണിന്റെ ഇമേജ്.
ഇനി കിരണിനെ ഞാൻ മോർഫിങ്ങിലൂടെ പോൾ ബി ഐസക് ആക്കി മാറ്റിത്തരാം. കണ്ടോളൂ. ഇനി തിരിച്ച് ഐസക്കിനെ കിരൺ വർമ്മയാക്കുന്നു. ഇതുപോലെ നമുക്ക് ആരെ വേണമെങ്കിലും മോർഫിങ്ങിലൂടെ മാറ്റിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, any doubts? നോ. അപ്പോ കിരണിനെ The answer is very simple. പ്രീ പ്ലാനിങ്ങോടുകൂടി അനിത കുൽക്കർണിയെ മർഡർ ചെയ്തതിനു ശേഷം പോൾ ബി ഐസക് ക്യാമറക്ക് പോസ് ചെയ്തു. പിന്നീട് അയാൾ നേരത്തെ കരുതി വെച്ചിരുന്ന കിരൺ അഭിനയിച്ച വീഡിയോ കാസറ്റിൽ നിന്നും നമ്മളിപ്പോ കണ്ടതുപോലെ മോർഫ് ചെയ്ത് മറ്റൊരു കാസറ്റ് ഉണ്ടാക്കി. കിരണിനെതിരായിട്ടുള്ള തെളിവായി ഹോട്ടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റാണ്. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന്റെ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന ഒന്ന്. സോ ആ കമ്പ്യൂട്ടർ വിദഗ്ധൻ ആരാണെന്ന് നാം കണ്ടെത്തുന്നു.